നാദബ്രഹ്മ, എല്ലാ ടെക്നിക്കും എനിക്കത് പുതിയൊരു എക്സ്പീരിയൻസ്. എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തതാണ്. എന്തായാലും അത് എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വാട്ട് ഐ ഫീൽ ഈസ് സോ അമേസിങ്. അപ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ അതൊന്നും അനുഭവിക്കുക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. സോ ഹാപ്പി ഫോർ ദിസ്. സന്തോഷമുണ്ട്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ക്യാമ്പുകളിലൂടെ അറ്റൻഡ് ചെയ്തു. ഓരോ ക്യാമ്പ് നമുക്ക് കൂടുതൽ പ്രോഗ്രസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. വേറെയും പല സ്ഥലത്തും ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേകത ഭാരതീയ പൗരാണിക ശാസ്ത്രവും ഓഷോയുടേതായ ആ നൂതനമായ ആ ഒരു മോഡേൺ സ്റ്റൈലിലുള്ള ടെക്നിക്കുകൾ കൂടി മിക്സ് ചെയ്തിട്ടുള്ള പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ ക്യാമ്പിന്റെ മൂവ്മെന്റ്. അത് നമുക്ക് ശരിക്കും അനുഭവിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ആശ്രമത്തിന്റെ അന്തരീക്ഷവും ഇവിടുത്തെ സ്നേഹധരായ ആളുകളുടെ പെരുമാറ്റവും എല്ലാം കൂടി നമുക്ക് നല്ലൊരു ആത്മീയ അനുഭൂതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് രാജീവ് എന്നാണ്. ഞാൻ മിത്രകുലത്തിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു പ്രത്യേക ലോകം കാണാൻ എനിക്ക് സാധിച്ചു 2 ദിവസം കൊണ്ട്. ഇവിടെ വന്നപ്പോൾ സ്ട്രൈക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇവിടെ വന്നപ്പം സ്വാമി ഇങ്ങനെ നമ്മൾ വരുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ചിലർ പറയും അവനവൻ്റെ കഴിവ് വന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ പറയാം അല്ലാതെ ആണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ ഇവിടെ എത്തി എന്ന് പറഞ്ഞ ഒരു അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു എൻ്റെ ഉള്ളിൽ. അപ്പം ഞാനത് ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. പക്ഷെ എന്നാൽ അത് ഒന്നും കൂടി എനിക്കത് ക്ലിയറായി. ഞാൻ അങ്ങനെ തന്നെ ഇനി മുന്നോട്ട് എല്ലാ കാര്യങ്ങളെയും കാണാനായി. പിന്നെ ശില്പവും ശില്പി എന്നൊരു മെഡിറ്റേഷൻ, അതിൽ ആ ശില്പമായി നിന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ പോയത്, ഇപ്പം നമ്മൾ ഈ കാണുന്ന ശില്പങ്ങൾക്കൊക്കെ ഉള്ളിലൊരു ജീവനുണ്ടെങ്കിൽ അങ്ങനെ എന്തോ ഒരു ചിന്ത ഞാൻ മനസ്സിലൂടെ പോയി. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു ചിന്ത എനിക്ക് അന്നേരം അങ്ങനെ ഫീൽ ചെയ്തു. ഞാനൊരു ശില്പമായിട്ട് ഇങ്ങനെ നിൽക്കുകയും അതിൻ്റെ ഉള്ളിലൊരു ജീവനും അങ്ങനെ സാധനം ഫീൽ ചെയ്തു. ഈ 2 സാധനമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ജിൻഡോ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. ആദ്യമായിട്ടാണ് പ്രണയകുലത്തിൽ വരുന്നത്. എൻ്റെ ഫ്രണ്ട് അനുരാഗേട്ടൻ വഴിയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഓഷോവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇവിടെ വന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓഷോ ഇവിടെ ഉള്ള പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അതന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് സ്വാമിക്ക് നന്ദി. എൻ്റെ പേര് ശിവാന, പാലക്കാട് വീട്. ഞാൻ 2ാമത്തെ ക്യാമ്പിലാണ് പങ്കെടുക്കുന്നത്. ഇതിന് മുന്നേ കോവിഡിന് മുന്നാണ് പങ്കെടുത്തിരുന്നത്. എനിക്ക് അപ്പോൾ വന്നതിനേക്കാളും ഇപ്പോൾ വരുമ്പോൾ കുറച്ചുകൂടെ എനർജി ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. എനർജി എന്താണെന്ന് പറഞ്ഞുതരാൻ കഴിയില്ല. അത് നിങ്ങൾ ഇവിടെ വന്ന് അനുഭവിച്ചാലേ അറിയുള്ളൂ. വളരെ പോസിറ്റീവാണ്. നമ്മൾ വരുന്ന പോലെയല്ല ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടാകുക. ആ ഒരു ഫീല് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കര സന്തോഷം. എന്തായാലും ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. നമസ്കാരം, എൻ്റെ പേര് രാജീവ് എന്നാണ്. ഞാൻ മിത്രകുലത്തിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു പ്രത്യേക ലോകം കാണാൻ എനിക്ക് സാധിച്ചു 2 ദിവസം കൊണ്ട്. നാദബ്രഹ്മയിൽ തുടങ്ങി ഡൈനാമിക്സിൽ അവസാനിച്ച ഈ ഒരു ക്യാമ്പ് എന്നിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. വർഷമാണ് ഇതിന്നൊരു ക്യാമ്പുണ്ടെന്ന് അറിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പുള്ളപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ക്യാമ്പിൽ വന്ന് തീർച്ചയായിട്ടും തീരുമാനിച്ചു. ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വരാമെന്ന് തീരുമാനിച്ച് വന്ന്
വളരെ നല്ലതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആ മെഡിറ്റേഷനൊക്കെ ഡീപ്പായിട്ട് പോകുന്ന മെഡിറ്റേഷൻസാണ്. പിന്നെ പ്രധാന കാരണം വെച്ചാൽ ഇൻട്രാക്റ്റീവ് ഒരു മെഡിറ്റേഷനാണ്. ഈച്ച് ആൻഡ് എവറിത്തിങ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ വരുന്നത് എല്ലായിടത്തും പറയുന്നത് കണ്ണടച്ചിരിക്കുക, അതല്ല അത്. ഇത് വളരെ പോസിറ്റീവ്, എന്താണ് കാരണം, റീസൺസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് ചെയ്യാൻ വളരെ നല്ലതാണ്, വളരെ സേഫാണ്, വളരെ വളരെ ഒരു ഹോംലി അപ്പിയറൻസ് ആണ് ഇവിടെ. എനിക്ക് അടുത്ത പ്രാവശ്യം വരണമെന്നുള്ള ഇതിലാണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലതാണ്. വളരെ താങ്ക് യു. സമയത്ത് വളരെ നന്ദി. താങ്ക് യു. എൻ്റെ പേര് നാഷ്, കൊച്ചിയിൽ നിന്ന് വരുന്നു. ഈ പ്രണയകുലത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇതൊരു സാധാരണ ഒരു ക്യാമ്പിൽ നിന്ന്, മെഡിറ്റേഷൻ ക്യാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അനവധി അറിവുകൾ കിട്ടുന്നൊരു സ്വാമിയാണ് സ്വാമി സ്വാമിജിയുടെ പ്രണയകുലമാണിത്. പിറവത്ത് വളരെയധികം ഡിസ്കഷൻസും കറക്റ്റ് ആൻസറും. ഞാൻ അനവധി ക്യാമ്പുകളിൽ പോകുന്ന എനിക്ക് ഒത്തിരി സംശയങ്ങൾ തീർത്തു വരുന്ന രീതിയിലേക്ക് ആൻസറുകൾ കിട്ടി എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ആക്ടിവിറ്റീസ് മാത്രം, ആൻസർ ഇല്ലാത്ത ആക്ടിവിറ്റീസൊന്നുമല്ല, കറക്റ്റ് ആൻസർ പറഞ്ഞിട്ട് ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സുകളായിരുന്നു ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം എന്തായിരുന്നു, വരാതിരുന്നവർക്കൊക്കെ വലിയ നഷ്ടമാണ് ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെ ഈ ക്യാമ്പിൽ പ്രണയകുലത്തിൽ വന്ന് ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും അറ്റൻഡ് ചെയ്തവർ എല്ലാ ക്ലാസ്സുകൾക്കും വരും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഞാൻ അനവധി ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് അതേ പറയാനുള്ള എല്ലാവരോടും. നമസ്കാരം, എൻ്റെ പേര് നവീൻ കുമാർ. ഞാനൊരു പ്രൊഫഷണൽ ട്രെയിനറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3ാമത്തെ തവണയാണ് ആനന്ദാശ്രമത്തിൽ ഈ ഒരു മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസത്തിൽ നാദബ്രഹ്മ മെഡിറ്റേഷനിൽ തുടങ്ങി, അതിനുശേഷം ശിലാശില്പി മെഡിറ്റേഷനും, അതിനുശേഷം കുണ്ടലിനി മെഡിറ്റേഷന്റെ ബേസിക് ആയിട്ടുള്ള പ്രാക്ടീസും, തുടർന്ന് ഡൈനാമിക് മെഡിറ്റേഷനുമാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ശരീരവും മനസ്സും തലച്ചോറിന് അപ്പുറൊരു പ്രലം ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് സീക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്നതും സന്തോഷമായി സ്റ്റേ ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ച് ഓരോ കാര്യങ്ങളും കൃത്യമായി ഒരു ഗുരുവിന്റെ അടുത്ത് നിന്നും പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എനിവേ വളരെ സന്തോഷം.